السلام عليكم ورحمة الله وبركاته. ആദരണീയനായ അധ്യക്ഷൻ, most distinguished guest Dr. Sentur from Turkey, respected Dr. Hafifi, ഏറെ ആദരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചിട്ടയോടെ, വളരെ അച്ചടക്കത്തോടെ മഹത്തായൊരു സമ്മേളനം, ഒരു കഷ്ണം പ്ലാസ്റ്റിക് പോലുമില്ലാതെ, ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലുമില്ലാതെ, പരിസരമൊട്ടും മലിനമാക്കാതെ, ഈ മണ്ണിൻ്റെ പൈതൃകം പോലും പരിക്കേൽക്കാതെ സൂക്ഷിക്കണമെന്ന നിയ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന, ചരിത്രത്തിൽ ഇടം നേടിയ ഈ സംരംഭത്തിൽ എന്നെ കൂടി ക്ഷണിച്ചതിന് അവസരം നൽകിയതിന് സംഘാടകരോട് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ബഹുമാന്യരെ, വിഷയമേറെക്കുറെ ഉദ്ഘാടകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മനുഷ്യർ രണ്ട് വിധമാണ് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, പൈതൃകമറിഞ്ഞ് നിലപാടുകളെടുത്തവർ. മറ്റൊന്ന്, പാരമ്പര്യത്തെ വിട്ട് പെരുമാറിയവർ. ആദ്യത്തെ വിഭാഗം അവർ സ്ഥായീഭാവമുള്ളവരാണ്. രണ്ടാമത്തേത് അതില്ലാത്തവരുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെറിറ്റേജിന്, പൈതൃകത്തിന് രണ്ട് തലങ്ങളുണ്ട്. അതൊന്ന് നേച്ചറുമായി ബന്ധപ്പെട്ടതാണ്, നാച്ചുറലാണ്. മറ്റൊന്ന് കൾച്ചറലാണ്. ഇത് രണ്ടിനെയും സംരക്ഷിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും ബാധ്യസ്ഥരാണ്. കാരണം അവർ ഈ ഭൂമിയുടെ പരിചാരക ചുമതല ഏൽപ്പിക്കപ്പെട്ട ഖലീഫമാരാണ്. ചരിത്രാതീത കാലമെന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിലും മനുഷ്യോൽപ്പത്തിയിൽ തന്നെ മനുഷ്യനോട് ചുമതല ഏൽപ്പിക്കപ്പെട്ട വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ നമ്മുടെ പ്രതിനിധിയെ അയക്കാൻ പോകുന്നു, അഥവാ മനുഷ്യനെ ഈ ലോകത്തിൻ്റെ സംരക്ഷകനായി ദൈവം സൃഷ്ടിച്ച്, അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് വെച്ചിരിക്കുന്ന സകലതിൻ്റെയും സംരക്ഷകനായി അയക്കപ്പെട്ടവൻ എന്ന നിലക്ക് ഈ പൈതൃകത്തെ, നാച്ചുറലും കൾച്ചറലുമായ സകലതിനെയും സംരക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ആദ്യ ലോകയുദ്ധത്തെ അവതരിപ്പിക്കുന്നത് പോലും ഒരു മഹാ എന്ന വാക്ക്, അതുപോലും ഒരുതരം അടിമത്തത്തിൻ്റെയും അതൊരു അജണ്ടയുടെയും ഭാഗമാണ്. ആദ്യ ലോകയുദ്ധം ലോകത്ത് ഒരുപാട് പൈതൃക സ്വത്തുക്കളെയും ഒത്തിരി ചരിത്ര സ്മാരകങ്ങളെയും നശിപ്പിച്ച് കളഞ്ഞപ്പോഴാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ നമുക്കൊരു സംവിധാനം വേണം, അവസരം വേണമെന്ന ചിന്ത വന്നത്. അതിൻ്റെ ഭാഗമായി യുനെസ്കോ ഹെറിറ്റേജ് സംരക്ഷിക്കുന്നതിന് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഇത്തരം പൈതൃക സമ്പത്തുകളെ എണ്ണിയപ്പോൾ, തിട്ടപ്പെടുത്തിയപ്പോൾ ആരംഭത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് 40ഓളം പ്രത്യേകമായ പൈതൃക സ്വത്തുക്കളെ, പ്രദേശങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഏറെ ഒടുവിൽ ചർച്ച ചെയ്തപ്പോൾ CAG പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അടയാളപ്പെടുത്തിയ പല സ്മാരകങ്ങളും പല പൈതൃകങ്ങളും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ്. 972 ലോക പൈതൃക സമ്മേളനം ഈ ദിശയിൽ വലിയ ചർച്ചകൾ നടത്തിയപ്പോൾ
2002 ബുഡാപെസ്റ്റ് സമ്മേളനം ആധുനിക മനുഷ്യൻ്റെ മുന്നിൽ തൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചപ്പോൾ 5 സീകളിലൊടു അടങ്ങുന്ന ക്രെഡിബിലിറ്റി, കൺസർവേഷൻ തുടങ്ങി എങ്ങനെ ഇതിനെ സംരക്ഷിക്കാം എന്നത് സംബന്ധിച്ച ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെയെല്ലാം പ്രതിനിധാനം ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ ചുമതലയേൽപ്പിക്കപ്പെട്ടത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെ ഏജൻസിയെയാണ്. നമ്മുടെ രാജ്യം മതസങ്കലിത സമ്പന്നമാണ്, ഭാഷാസമ്പന്നമാണ്. എല്ലാ ഭാഷയും ഒരു സംസ്കാരമാണ്, എല്ലാ സംസ്കാരവും നമ്മുടെ പൈതൃകമാണ്. ആ നിലക്ക് മതസമ്പലിത സമ്പന്നമായ ഇന്ത്യ രാജ്യത്തിൻ്റെ പവിത്ര വിശുദ്ധമായ നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിനും അതിനൊരു പോറൽ പോലും ഏൽക്കാതെ അവയെ പരിചരിക്കുന്നതിനുമുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട ഏജൻസികൾ പക്ഷേ ഇന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിഷ്പക്ഷമതികൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പരിഷ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ എല്ലാം അടിവേരുകൾ മാന്തുന്നതാണ് പ്രവർത്തനമെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കുന്നു എന്ന് എഴുന്നേറ്റ് നിന്ന് വിരൽ ചൂണ്ടി പറയുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി സവിനയം ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അവർ പ്രവർത്തിക്കേണ്ടത്, അത്തരം ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിന് വേണ്ടിയായിരിക്കണം, രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കണം, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാകരുത്. അങ്ങനെയായി പോകുന്നതാണ് പലപ്പോഴും നമുക്ക് അപകടങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലോക സമൂഹത്തിലും ഇത്തരമൊരു രംഗം നമുക്ക് കാണാം. നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിൽ, പൈതൃകങ്ങളെ പരിപാലിക്കുന്നതെല്ലാം ഒരുതരം രാഷ്ട്രീയത്തിൻ്റെ കാണാച്ചരടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുർത്തുബ സർവകലാശാലയിലെ പുസ്തകശാലകൾ, അവിടുത്തെ ലൈബ്രറി തീയിടുന്നതിന് ആലോചിച്ച, അതിന് തിരികൊളുത്തിയ മസ്തിഷ്കങ്ങൾ തന്നെയാണ് സദ്ദാം ഹുസൈൻ്റെ പേരിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ സാംസ്കാരിക പൈതൃകങ്ങൾ ഉണ്ടായിരുന്ന ബഗ്ദാദിനെ ചാമ്പലാക്കി കളഞ്ഞതിന് പിന്നെ പ്രവർത്തിച്ചത്. അത് തന്നെയാണ് നമ്മൾ ഫലസ്തീനിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക മുസ്ലിങ്ങളുടെ ഗ്ലോബിന് ചുറ്റും സഞ്ചരിച്ച് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച, ഒരുപാട് സാംസ്കാരിക സംഭാവനകൾ അർപ്പിച്ച, പൈതൃകങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടുപോയ മുസ്ലിം ഭരണാധികാരികളുടെ എല്ലാ അടയാളങ്ങളും അസറുകളെയും നശിപ്പിച്ച് കളയുവാനുള്ള ഒരുതരം രാഷ്ട്രീയത്തിൻ്റെ കാണാച്ചരട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആ ചരട് കാണാച്ചരടല്ല, അതേറെക്കുറെ പ്രത്യക്ഷമായി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യം ഒരുപാട് അധിനിവേശങ്ങൾക്ക് വേണ്ടി വിരിമാറ് വിശാലമാക്കി കൊടുത്ത രാജ്യമാണ്. നമ്മുടെ അമ്മ നാട് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ട രാജ്യമാണ്. ഈ അധിനിവേശത്തിലൂടെ നമുക്കൊരുപാട് സംസ്കാരങ്ങൾ ലഭിച്ചു, നമുക്കൊരുപാട് ഭാഷകൾ ലഭിച്ചു, നമുക്കൊരുപാട് കാര്യങ്ങളെ ഗ്രഹിക്കുവാനും നമ്മുടെ ആസ്തിയിലേക്ക് ഈടുവയ്ക്കുവാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം അധിനിവേശക്കാരെല്ലാം മടങ്ങിപ്പോയപ്പോൾ അവരുണ്ടാക്കി വെച്ച അവരുടെ സമ്പാദ്യങ്ങളൊക്കെയും അവരെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ പിൻതലമുറയെ, അവരുടെ മതങ്ങളെയൊക്കെ ഏൽപ്പിച്ചാണ് മടങ്ങിപ്പോയതെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുക, അത് വളരെ വ്യത്യസ്തമാണ്. അവർ ഇവിടുന്ന് കടന്ന് മടങ്ങിപ്പോയപ്പോൾ അവർ ഈ രാജ്യത്തിൻ്റെ ആർക്കിയോളജിക്കൽ ബ്യൂട്ടി എന്ന് ഇന്ന് ആധുനിക ചരിത്രകാരന്മാർ പറയുന്ന എല്ലാ സംഭാവനകളും ഈ രാജ്യത്തിൻ്റെ പൊതുമുതലായി കൊടുത്തിട്ടാണ് അവർ മടങ്ങിപ്പോയത്. പക്ഷേ അവയെല്ലാം ഇന്നേതെങ്കിലും വിഭാഗത്തിൻ്റെ പട്ടികയിലേക്ക് എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയോ ചെയ്യുവാനുള്ള ഊർജിതവും ആസൂത്രിതവുമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരം സമ്മേളനങ്ങൾക്ക് വലിയ പ്രസക്തി ഏറുകയാണെന്ന് മനസ്സിലാക്കണം. ഈ പ്രവർത്തനങ്ങളെ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം, അവരെന്ന് പറഞ്ഞാൽ അത് ഈ നാടിൻ്റെ മണ്ണിൻ്റെ നിയമമായി മാറുന്ന സുപ്രീം കോടതി പറഞ്ഞത് ഈ ആർക്കിയോളജികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ടെന്നാണ്. CAG പറഞ്ഞത് 92 സ്മാരകങ്ങൾ, 92 പൈതൃക സ്വത്തുക്കൾ ഇന്ത്യയുടെ ഭൂമുഖത്ത് കാണുന്നില്ല എന്നാണ്. എവിടെ പോയി അവയെല്ലാം, എന്താണ് അവയ്ക്ക് സംഭവിച്ചു പോയത് എന്ന് പരിശോധിക്കുവാൻ, പഠിക്കുവാനുള്ള
ചുമതലയേൽപ്പിക്കപ്പെട്ടവർ വീണ്ടും നശീകരണത്തിൻ്റെ, നിർമ്മാണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയുമല്ല, നശീകരണത്തിൻ്റെ പ്രവണതയോടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ആണിക്കല്ലുകൾ, അടിക്കല്ലുകൾ മാന്തിയെടുക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണർന്നിരുന്ന് ചിന്തിക്കുവാനുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുവാനുണ്ട്. കാരണം നിങ്ങളാണ് ഇവിടെ പലരും പറഞ്ഞതുപോലെ മാതൃകാ സമൂഹമായി ഈ ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാനുള്ളത്. ഒരുതരം അധാർമികതയും ബാധിക്കാത്ത, ഒരുതരം അസാന്മാർഗതയും ബാധിക്കാത്ത, ഒട്ടും പൊളിയുട്ടഡായി പോകാത്ത സംശുദ്ധമായ വ്യക്തിത്വത്തോടെ ഇന്ത്യ രാജ്യത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ സുന്നി യുവജന സംഘത്തെ പ്രതിനിധാനം ചെയ്യുന്നവർക്കല്ലാതെ ഇന്ന് കഴിയുന്നില്ല എന്നറിയാം. ചിന്താപരമായ അന്തരങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് നന്മയുടെ പാതയിൽ എല്ലാവരുമായി സംയോജിക്കാൻ തയ്യാറുള്ളപ്പോൾ തന്നെ പൈതൃകമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നാം ആർജിച്ചെടുത്ത നമ്മുടെ കഴിവുകളുടെ, നാം ഈ ലോകത്തിന്, ഈ രാജ്യത്തിന്, ഈ അമ്മനാടിന്, ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചു കൊടുത്ത നമ്മുടെ പൂർവികരുടെ എല്ലാ പൈതൃകങ്ങളും സംരക്ഷിച്ചെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുവാനും ആ ചുമതലയേൽക്കുവാനും ബാധ്യതയുള്ളതും ആ ചുമതലയേൽപ്പിക്കുവാൻ സമൂഹം വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതും നിങ്ങളെയാണെന്ന് മനസ്സിലാക്കണം. ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ വില്ലേജുകളിൽ, നിങ്ങളുടെ പഞ്ചായത്തുകളിൽ, നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന, നിങ്ങൾ സഹകരിക്കുന്ന, സംവദിക്കുന്ന എല്ലാ മേഖലയിലും പ്രകൃതിയോട്, നമ്മുടെ സംസ്കാരത്തോട്, ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകളോട്, ഈ രാജ്യത്തിൻ്റെ മണ്ണിനോടും മാനത്തോടുമുള്ള നമ്മുടെ കടമകൾ നിർവഹിക്കുന്ന മാതൃകകളായി നിങ്ങൾ ഓരോരുത്തരും ചലിക്കണം, പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, അതിനായി നിങ്ങൾക്കെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ജഗനിയന്താവിൻ്റെ സംരക്ഷണവും സഹായവും എപ്പോഴും നിങ്ങൾക്ക് അതിനുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.